TCS ഒരു നഷ്ടമല്ല, മുഴുവൻ തുകയും റീഫണ്ട് വാങ്ങിച്ചെടുക്കാം. ലോ വേഴ്സസ് അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന നികുതി നിയമമായ TDS ആൻഡ് TCS ആണ് ഇന്നത്തെ സബ്ജക്റ്റ്. TDS എന്നാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ സ്രോതസ്സിൽ പിടിക്കുന്ന നികുതി. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ സ്രോതസ്സിൽ പിരിക്കുന്ന നികുതിയാണ് TCS എന്ന് അറിയപ്പെടുന്നത്. പേയ്മെൻറ്റ് നടത്തുന്ന ആൾ ആണ് TDS പിടിക്കുന്നത്. ഉദാഹരണത്തിന് ശമ്പളം, ബാങ്ക് പലിശ, വാടക, കമ്മീഷൻ തുടങ്ങിയവ കൊടുക്കുന്നവരാണ് TDS പിടിക്കുന്നത്. നേരെ മറിച്ച് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നവരാണ് TCS കളക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള വാഹനം വാങ്ങിക്കുക, ഡോളർ, യൂറോ തുടങ്ങിയ വിദേശ കറൻസി വാങ്ങുക എന്നിവ നടത്തുമ്പോൾ അവയുടെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നവരാണ് TCS കളക്ട് ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ആദായ നികുതി നിയമപ്രകാരമാണ്. എന്നാൽ അടുത്ത കാലത്തായി GST നിയമത്തിലും TCS നടപ്പിലാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം മെച്ചപ്പെടുത്തുക, നികുതി വെട്ടിപ്പ് തടയുക തുടങ്ങിയവയാണ് ഈ നികുതികളിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. TDSഉം TCSഉം പിടിക്കുന്നവർ മാസം കഴിഞ്ഞു വരുന്ന 7-ാം തീയതിക്കകം ഗവൺമെൻറ്റിൽ കളക്ട് ചെയ്ത പൈസ അടച്ചിരിക്കണം എന്ന നിബന്ധന ഉള്ളതുകൊണ്ട് എല്ലാ മാസവും ഗവൺമെൻറ്റിലേക്ക് പണം ലഭിക്കുന്നു എന്ന ഗുണവും ഇതിനുണ്ട്. നികുതി ബാധ്യത ഇല്ലാത്തവരും ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ദോഷമായി പറയപ്പെടുന്നത്. ഇതുമൂലം അങ്ങനെ ഉള്ളവരിൽ നിന്നും ഈടാക്കിയ തുക തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ITR അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് കിഴിവ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതൊരു ഭാരമായി തോന്നുകയില്ല. സർവ്വസാധാരണമായ ഏതാനും TCS നികുതി ബാധ്യതയെക്കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള വാഹനം വാങ്ങുകയാണെങ്കിൽ വാഹനം വിൽക്കുന്ന ആൾ 1% TCS പിടിച്ചിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ വാങ്ങുന്നയാൾക്ക് പാൻ ഇല്ലെങ്കിൽ TCS 20% കളക്ട് ചെയ്യേണ്ടത്. അതുപോലെ വാഹനം വാങ്ങുന്നയാൾ കഴിഞ്ഞ 2 വർഷത്തെ ITR ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ TCS 1%ൻ്റെ സ്ഥാനത്ത് 5% ആയിരിക്കും. വാഹനം ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും മേൽപ്പറഞ്ഞ നിയമം ബാധകമാണ്. അതുപോലെ ഇറക്കുമതി ചെയ്ത വാഹനത്തിനും ഇത് ബാധകമാണ്. രണ്ടാമതായി പറയുവാൻ പോകുന്നത് ഫോറിൻ കറൻസി വാങ്ങിക്കുമ്പോൾ ഓതറൈസ്ഡ് ഫോറക്സ് ഡീലർ കളക്ട് ചെയ്യുന്ന TCSനെ കുറിച്ചാണ്. ഇന്ന് വിദേശയാത്രകൾ വളരെ പ്രചാരത്തിലുണ്ട്. വിദ്യാഭ്യാസത്തിനാവട്ടെ, ബിസിനസ് ആവശ്യത്തിനാവട്ടെ, അതല്ലെങ്കിൽ വിനോദത്തിനാവട്ടെ വിദേശ നാണ്യം വിദേശയാത്രകൾക്ക് അനിവാര്യമാണ്. ഇതിലേക്കായി വിദേശ കറൻസികൾ, ഫോറക്സ് കാർഡുകൾ, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ TCS നൽകേണ്ടി വരും. ഒരു സാമ്പത്തിക വർഷം വാങ്ങുന്ന വിദേശ കറൻസി 7 ലക്ഷം രൂപയിൽ കൂടിയാൽ മാത്രമേ TCS നൽകേണ്ടി വരികയുള്ളൂ. 20% TCS വിദേശയാത്രകൾ, ഫോറിൻ കറൻസികൾ, ടൂർ പാക്കേജസ്, ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം വിദേശത്തേക്ക് അയക്കുന്ന പണം തുടങ്ങിയവയ്ക്ക് ഈടാക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസം, മെഡിക്കൽ എക്സ്പെൻസസ് തുടങ്ങിയവയാണെങ്കിൽ TCS 5% ആയി തുടരും. ബാങ്കുകളിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ എടുത്തയച്ചാൽ 0.5% TCS നൽകിയാൽ മതിയാവും. TCS റേറ്റ് ചാർട്ട് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. TDS ആൻഡ് TCS വഴി ഗവൺമെൻറ്റിന് ഗണ്യമായ നികുതി തുക ഓരോ മാസവും ഖജനാവിൽ എത്തുന്നുണ്ട്. കൂടാതെ വർഷം തോറും ITR ഫയൽ ചെയ്യുന്നവരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാവുന്നുണ്ട്. 2021-22 7,51,00,000 ITR റിട്ടേണുകളാണ് ഫയൽ ചെയ്യപ്പെട്ടത്. എന്നാൽ 2022-23 വർഷത്തിൽ 8,18,00,000 റിട്ടേണുകളാണ് ഫയൽ ചെയ്യപ്പെട്ടത്. മേൽപ്പറഞ്ഞ പ്രകാരം TCS കൊടുത്തവർ അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റീഫണ്ട് വാങ്ങിക്കാവുന്നതാണ്. വാർഷിക വരുമാനം അടിസ്ഥാന നികുതി ഒഴിവായ 2 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ അടച്ച നികുതി മുഴുവനായും സാമ്പത്തിക വർഷത്തിന് ശേഷം ITR ഫയൽ ചെയ്ത് റീഫണ്ട് മേടിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ
നികുതി സ്ലാബ് അനുസരിച്ച് തിട്ടപ്പെടുത്തിയ നികുതി തുകയിൽ നിന്നും TCS ആയി കളക്ട് ചെയ്യപ്പെട്ട തുക കിഴിവ് ചെയ്തതിന് ശേഷമുള്ള തുക നികുതിയായി അടച്ചാൽ മതിയാവും. അപ്രകാരം ITR ഫയൽ ചെയ്യാത്തവർക്ക് TCS തുക നഷ്ടപ്പെടും. അതുകൊണ്ട് ഡ്യൂ ഡേറ്റിന് മുൻപായി ITR ഫയൽ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറുപടി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.